ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഒന്ന് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പിന്നെ കുക്കറിൽ ബീഫാണ്. നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ. കടി ചായക്ക് വെള്ളം വെച്ചിരിക്കണം. അപ്പോൾ വെള്ളം തിളക്കാൻ നേരത്ത് പഞ്ചസാര ഇട്ടാൽ നമുക്കിങ്ങനെ ഇളക്കി കുത്തിർക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. ചിലവർ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് പഞ്ചസാര ഇടല്ലേ. ഞാനിങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കട്ടോ. ഇപ്പോൾ നമ്മളെ പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതേപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാക്കണ ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഇത് കിട്ടും കേട്ടോ, മയം കിട്ടും. കുറച്ച് വലിയൊരു ചെമ്പട്ടിക്കാണ് ഞാൻ ഇട്ടെടുത്തിരുന്നത്. പിന്നെ കുഴച്ചെടുക്കാൻ സുഖമല്ലേ. രാവിലെ എല്ലായിടത്തൊരു തിരക്കേക്കാറല്ലേ എല്ലാവരോടും. അപ്പോൾ പ്രത്യേകിച്ച് തിരക്കുണ്ടാവും ചെയ്യും, സ്കൂളൊക്കെ തുറന്നതല്ലേ. അപ്പോൾ ഇവിടെ നല്ല തിരക്കാട്ടോ. മോനിക്ക് 7 മണിയാകുമ്പോഴേക്കിന് ചോറും കൂട്ടാനും പിന്നെ ദോശയാണെങ്കിൽ ദോശയ്ക്ക് എന്തെങ്കിലും ഒരു കറി, ചപ്പാത്തിയാണെങ്കിൽ. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ. മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. അപ്പോൾ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ രാത്രിക്കൊക്കെ കൊടുത്തു വെക്കും. എന്നാൽ പിന്നെ രാത്രി ചപ്പാത്തി തിന്നാൽ പോലും എപ്പോഴൊന്നും ഉണ്ടാക്കൂല, പിന്നെ എപ്പോഴേലൊക്കെ ഉണ്ടാക്കും കേട്ടോ. എന്നും ആണല്ലോ ഈ ചായയും കടിയും ചോറും കൂട്ടാനും ഒക്കെ. നല്ല ചൂടില്ല വെള്ളമാണ് കേട്ടോ. അത് ഞാനൊന്ന് ഫോൺ ഇവിടെ വെച്ചിട്ട് കുഴച്ചെടുക്കട്ടെ. അത് കുഴച്ചെടുക്കട്ടെ ഇരിക്കുമ്പോൾ നമ്മളെ പിന്നെ ചായ തിളച്ച് വന്നിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം വെട്ടി തിളക്കുമ്പോൾ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒന്നായിട്ട് മറിഞ്ഞ് പുറത്തേക്ക് പോകും. കട്ടൻ ചായ ആകുമ്പോട്ടെ പാൽ ചായ ആണെങ്കിൽ അതിലാറെ മറിഞ്ഞ് പോകുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞേക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതേതായാലും തിളച്ചില്ല. ചായപ്പൊടി ഇട്ടിട്ട് അപ്പോൾ ചപ്പാത്തിക്കുള്ളത് കുഴക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല ചായപ്പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ ബോച്ചേൻ്റെ ചായയാണ്. ഞാൻ 2 പാക്കറ്റ് വാങ്ങി. അപ്പോൾ ആ ചായപ്പൊടിയാണ് കേട്ടോ. കുറച്ചിട്ടെടുത്താൽ തന്നെ മതി. നല്ല കളറുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആ ചായ വാങ്ങാത്തൊരു വാങ്ങിക്കോളി. എനിക്ക് അത് വാങ്ങിയിട്ട് 100 രൂപ അടിച്ചിരിക്കണം കേട്ടോ. ചിലർക്ക് അതിലാരൊക്കെ വലിയ വലിയ സംഖ്യകളൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് 100 രൂപയാണ് അടിച്ചത്. അപ്പോൾ ആ ചായ എല്ലാവരും ഒന്ന് വാങ്ങിയാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ് ഞാനിങ്ങനെ കുഴച്ചെടുത്തേക്കണം കേട്ടോ. നല്ലോണം കുഴയിക്കണം. ഇനി കുറച്ചും കൂടി കുഴച്ചിട്ട് ഉരുളാക്കിയിട്ട് പിന്നെ ഇത് അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പലകമ്മ വെച്ചിട്ട് പെടുത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ഇതൊക്കെ. പക്ഷേ ഇത് പിന്നെ ചുടണം, അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ ആയാലും നമുക്ക് സുഖമൊക്കെ തന്നെയാണ് കേട്ടോ. 10 മണിയാകുമ്പോഴേക്കിന് ഞാൻ ചോറും കൂട്ടാനും അടിച്ചുവാരലും തുടക്കലും കുട്ടികളെ പോക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ തന്നെയാണ് കേട്ടോ. പക്ഷെ ആ രാവിലെ ഉണ്ട് 1-1.5 മണിക്കൂർ ഇരിക്കാനൊന്നും പറ്റാത്തൊരു അർജൻറ്റ് പണിയില്ലേ. അപ്പോൾ അപ്പോൾ ഞാനിത് ഉരുളയൊക്കെ ഉരുട്ടിയിട്ട് പരത്തട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഉരുളാക്കി വെച്ചിട്ടുള്ളത്. നമുക്കിതാ ഇതൊന്ന് പിന്നെ പരത്തിയെടുക്കണം. മെഷീനുമേ അപ്പോൾ അമർത്തിയിട്ട് പരത്തണവരും ഉണ്ട് കേട്ടോ. ഇങ്ങനെ പരത്തിയാലും മതി. അപ്പം നമുക്ക് തന്നെ തിന്നാനായതുകൊണ്ടേ പരത്തട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ പരത്തിയെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് പരത്തലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഞാൻ ചുടുന്നതും കൂടി കാണിച്ചു തരാം. പിന്നെ ഇതിലേക്ക് കറിക്കുള്ള നാളികേരം ചിരണ്ടാനും അരക്കാനും തൂമിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ നല്ല ലെങ്ത്ത് കൂടിയ വീഡിയോ ആവും കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണാക്കിയാണ്ട് ഒന്ന് ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയണ പോലെ തന്നെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.